ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നമുക്ക് തന്ന ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു ഉപദേശം നാം പഠിക്കുകയായിരുന്നല്ലോ. അത് ഗലാത്യ ലേഖനം 6 അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യത്തിലാണ്. വിതയ്ക്കുന്നവൻ കൊയ്യും എന്നുള്ളതാണ് ആ വാക്യം. അതിൽ 4 പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. അത് നാം ഒന്നാമത്തെ പോയിൻ്റ് നാം പഠിച്ചു. അത് നാം വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ പോയിൻ്റ് നാം വിതച്ചു, നാം പഠിച്ചു. വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടി ആണ്. 2 തരത്തിലുള്ള വിത്തുകളെ കൊണ്ട് നമ്മൾ കണ്ടു. ജഡത്തിൻ്റെ വിത്തും ആത്മാവിൻ്റെ വിത്തും. രണ്ടാമത്തെ പോയിൻ്റ്, ഒന്നാമത്തെ പോയിൻ്റ് വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ പോയിൻ്റ്, നമ്മൾ ഏത് വിത്ത് വിതച്ചുവോ അതിൻ്റെ ഫലം നാം കൊയ്യും. യെശയ്യാവ് 37-ൻ്റെ 3-ാം വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. യെശയ്യാവ് 37 അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കാണുന്നത്, ഇവിടെ 30-ാം വാക്യത്തിൽ പല ഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. 30-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ഇത് നിനക്ക് അടയാളമാകും, നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും 2-ാം ആണ്ടിൽ താനെ കിളർത്ത് വിളയുന്നതും തിന്നും. 3-ാം ആണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും. യഹൂദ ഗൃഹത്തിൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ഇവിടെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി മുന്തിരിങ്ങ, അതിൻ്റെ ഫലമായ മുന്തിരിങ്ങ അനുഭവിക്കുമെന്നാണ് പറയുന്നത്. മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയാൽ ഒരിക്കലും കാഞ്ഞിരം കൊയ്യുകയില്ല. മുന്തിരിങ്ങ നട്ട് കഴിഞ്ഞാൽ മുന്തിരിങ്ങയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കാഞ്ഞിരം നട്ട് കഴിഞ്ഞാൽ കാഞ്ഞിരത്തിൽ നിന്ന് കാഞ്ഞിരത്തിൻ്റെ പഴമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അത് വളരെ ഈസിയാണ്. നാം ഒരു മാവ് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് മാങ്ങ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ നമ്മൾ പ്ലാവ് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് ചക്ക ഉണ്ടാകും. ഒരു വാഴയാണ് കുഴിച്ചിട്ടുന്നെങ്കിൽ അതിൽ നിന്ന് പഴം നമുക്കുണ്ടാകും. വിതയ്ക്കുന്നവൻ ഏത് വിത്ത് വിതച്ചുവോ അതിൻ്റെ ഫലം കൊയ്യും. മുന്തിരിങ്ങ വിതച്ചുവോ, മുന്തിരിങ്ങ നട്ടുവോ, മുന്തിരിങ്ങയുടെ ഫലം. നമ്മൾ റോസാ ചെടിയാണ് കുഴിച്ചിടുന്നതെങ്കിൽ ആ റോസാ ചെടിയിൽ നിന്ന് റോസാപ്പൂവാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഒരു മുള്ളാണ് നാം കുഴിച്ചിടുന്നെങ്കിൽ ആ മുള്ളിൽ നിന്ന് മുള്ളു ചെടിയാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ വെച്ച് കാണുന്നതും അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒന്നാണ്. വിതയ്ക്കുന്നവൻ ഏത് വിത്ത് വിതച്ചോ അതിൻ്റെ ഫലം തന്നെ കൊയ്യും. വേദപുസ്തകത്തിലും ഇതിൽ അനേക എക്സാമ്പിൾ വിതയ്ക്കുന്നവൻ അതിൻ്റെ അനുസരിച്ച് കൊയ്തതായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി 7 അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവിടെ നമ്മൾ ഒരാളുടെ വിധിയെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് പറയും. അയാൾ നല്ലതും തീയതും വിതച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ വിതയ്ക്കുന്നത് അത് ജഡത്തിൻ്റെ വിത്താണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏത് വിത്ത് വിതച്ചോ അതിൻ്റെ ഫലം കൊയ്യുമെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമുക്ക് 9-ാം വാക്യത്തിൽ 27 അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കാണുന്നത്, ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക, ഞാൻ അവയെ നിൻ്റെ അപ്പന് വേണ്ടി ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കാം. നിൻ്റെ അപ്പൻ തിന്ന് തൻ്റെ മരണത്തിന് മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടത് നീ അവൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. ഇവിടെ കോലാട്ടിൻകുട്ടിയെ കൊന്നു. അപ്പൻ ഏശാവിനോട് പറയുന്നത്, യാക്കോബിൻ്റെ അമ്മ കേട്ടു, ഏശാവിൻ്റെ അമ്മ കേട്ടു, വേട്ടയിറച്ചി കൊണ്ടുവന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അതറിഞ്ഞിട്ട് റിബേക്ക അത് 2 പേർക്കും കൂടി അനുഗ്രഹം കിട്ടണമെന്ന് പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ ആ അനുഗ്രഹം തൻ്റെ പ്രിയപ്പെട്ട മകനായ യാക്കോബിന് പക്ഷപാതം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫലം അവസാനം റിബേക്കയും അനുഭവിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ യാക്കോബ് ചെയ്തത്, ഒരു കോലാട്ടിൻകുട്ടി അമ്മ പാകം ചെയ്തതായിട്ടുള്ള ഒരു കോലാട്ടിൻകുട്ടിയെ ഒക്കെ അത് പാകം ചെയ്ത് അപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി അതിനുശേഷം ഏശാവിൻ്റെ ഡ്രസ്സ്, ആ ഡ്രസ്സും നമുക്ക് കാണാം. ഒന്നാമതായിട്ട് കോലാട്ടിൻകുട്ടിയെ കൊന്നു, രണ്ടാമതായിട്ട് ചേട്ടൻ്റെ ഡ്രസ്സ് അവൻ അനിയൻ ധരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അപ്പൻ്റെ
അപ്പൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അപ്പന് അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അപ്പന് സംശയം തോന്നി. യാക്കോബ് തൻ്റെ അപ്പനായ ഇസാക്കിനോട് അടുത്ത് ചെന്ന് അവനെ തപ്പി നോക്കി. ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം, കൈകൾ ഏശാവിൻ്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു. അവൻ്റെ കൈകൾ സഹോദരനായ ഏശാവിൻ്റെ കൈകൾ പോലെ ഉള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. നീ എൻ്റെ മകൻ ഏശാവ് തന്നെയെന്ന് അവൻ ചോദിച്ചതിന് അതേ എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ചതിയിൽ കൂടെ ദൈവമാണ് നമ്മൾക്ക് അനുഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വഴിയിൽ, ദൈവത്തിൻ്റെ ഹിതസമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് ആ അനുഗ്രഹം കിട്ടും. അതിന് നമ്മൾ ചതിവും വഞ്ചനയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവിടെ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവന് അനുഗ്രഹം കിട്ടണം. അതുകൊണ്ട് ആ അനുഗ്രഹം മേടിക്കുന്നതിനായിട്ട് ചതിയിൽ കൂടെ അവൻ അത് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഭക്ഷണം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, കോലാട്ടിൻകുട്ടിയെ കൊന്നു എന്ന് മാത്രമല്ല, മൂത്തവനായ ഏശാവിൻ്റെ വിശേഷ വസ്ത്രം എടുത്ത് ഇളയ മകൻ യാക്കോബും അത് ധരിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ യാക്കോബ് അത് ഏശാവിൻ്റെ അടുത്ത്, കണ്ണ് പൊട്ടനായ ഏശാവിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുകയും കണ്ണ് പൊട്ടനായ തൻ്റെ പിതാവ് ആ ഭക്ഷണം കഴിച്ച് അവനെ അനുഗ്രഹിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചതി അത് ജഡത്തിൻ്റെ വിത്താണ്. ചതിയിൽ കൂടെ അനുഗ്രഹം അവൻ മേടിച്ചെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫലമുണ്ടായത് ഈ ചതിക്ക് കൂട്ടുനിന്നതായിട്ടുള്ള റിബേക്കയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചതി വിതയ്ക്കുവാനായിട്ട് കൂട്ടുനിന്ന റിബേക്ക, പിന്നെ അവൻ തൻ്റെ ആ ചതിയുടെ കൂട്ടുനിന്ന റിബേക്ക മകൻ്റെ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടിയാണ്. എന്നാൽ പിന്നെ ആ മകനെ ഒരിക്കൽ പോലും അത് കഴിഞ്ഞിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയി. പിന്നെ ആ മകനെ ഒരിക്കൽ പോലും കാണുവാനായിട്ട് ആ റിബേക്കയ്ക്ക് ഭാഗ്യം കിട്ടിയില്ല. 2 മക്കൾ ഒരുപോലെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് റിബേക്ക തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റിബേക്കയുടെ സംസ്കാരത്തിന് പോലും യാക്കോബ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചതിക്ക് ഹെൽപ്പ് ചെയ്ത, ചതി ചെയ്യുവാൻ പ്രേരിപ്പിച്ച റിബേക്കയുടെ ജീവിതം അങ്ങനെയായിരുന്നെങ്കിൽ യാക്കോബിനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അനേക വർഷങ്ങൾ കഴിഞ്ഞു, അനേക നാളുകൾ കഴിഞ്ഞു, അനേക പ്രവൃത്തികൾ എല്ലാം കഴിഞ്ഞു. എന്നാൽ നാം വിതയ്ക്കുന്നത് കൊയ്യും എന്നുള്ളതിന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് ഭയത്തിന് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 29 വാക്യം മുതൽ നമുക്ക് വായിക്കാൻ. രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസേപ്പിനെ കുഴിയിലില്ല എന്ന് പറഞ്ഞു. തൻ്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്നില്ല. ബാലിനെ കാണുന്നില്ലല്ലോ, ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. ഇവിടെ യോസേപ്പിനെ കുഴിയിലിട്ട കാര്യമാണ് നാം കാണുന്നത്. രൂബേന് ആഗ്രഹമുണ്ടായിരുന്നില്ല യോസേപ്പിനെ കുഴിയിലിടുവാൻ, എങ്ങനെയെങ്കിലും രക്ഷിച്ച് കൊണ്ടുപോകാം എന്നാണ് വിചാരിച്ചത്. എന്നാൽ യാക്കോബ് വിധിച്ചതായിട്ടുള്ള ആ ചതി വീണ്ടും ആ 10 മക്കളും കൂടെ ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. അപ്പോൾ ചതിയെ നമ്മൾ വിതച്ചാൽ തിരിച്ച് നമുക്ക് ചതി കിട്ടും എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് നാം വിതയ്ക്കുന്നത് കൊയ്യും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ചതി അവിടെ വീണ്ടും ആ ചതി 10 പേരും കൂടെ ആ ചതി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ എന്ത് ചെയ്തു? പിന്നെ അവരൊരു കോലാട്ടുകൊറ്റനെ കൊന്നു. അതെ, പണ്ട് യാക്കോബ് ഒരു കോലാട്ടുകൊറ്റനെ കൊന്നതാണ് അപ്പനെ ചതിക്കുവാൻ വേണ്ടി. ഈ 10 മക്കളും കൂടി ചേർന്ന് യോസേപ്പും റിബേക്കയും കൂടെ കൊന്നെങ്കിൽ ഇന്ന് യാക്കോബിൻ്റെ 10 മക്കളും കൂടി ചേർന്ന് ഒരു കോലാട്ടുകൊറ്റനെ കൊല്ലുകയാണ് എന്നത്. അതിനുശേഷം അവർ യോസേപ്പിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി. ഇവിടെയും വസ്ത്രം നമുക്ക് പ്രധാനപ്പെട്ടത് കാണാനായിട്ട് സാധിക്കും. ആ അങ്കി അവിടെ ഏശാവിൻ്റെ അങ്കി ധരിച്ചെങ്കിൽ ഇവിടെ യോസേപ്പിൻ്റെ അങ്കി രക്തത്തിൽ മുക്കി അപ്പൻ്റെ അടുക്കൽ അയക്കുന്നതാണ് കാണുന്നത്. അവൻ ഇത് ഞങ്ങൾക്ക് കണ്ടു കിട്ടി, ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. അവനത് തിരിച്ചറിഞ്ഞു. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു, യോസേപ്പിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ 8 ശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അതേ, നമ്മൾ ചതിച്ചാൽ തിരിച്ച് അതിന് ഫലമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പനെ ദുഃഖിപ്പിച്ചു, കാണാൻ വയ്യാത്ത അപ്പനെ ചതിച്ചു. ഏത് രീതിയിൽ? ഒരു കോലാട്ടുകൊറ്റനെ കൊല്ലുകയും അതുപോലെ തന്നെ ഏശാവിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കൊന്നത്. ഇവിടെ യാക്കോബ് തന്നെ ചെയ്ത കൃത്യം. 10 മക്കളും കൂടി ചേർന്ന് അപ്പനെ
അപ്പനായ യാക്കോബിനെ കോലാട്ടുകൊറ്റനെ തന്നെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് ആ വസ്ത്രത്തിൽ മുക്കി അയച്ച് അപ്പന് കൊടുത്തു വിട്ട് അപ്പനെ ചതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം വിതയ്ക്കുന്നത് കൊയ്യും. ഇവിടെ നമ്മൾ കണ്ടല്ലോ, രണ്ടാമത്തെ പോയിൻ്റ് നമ്മൾ കണ്ടല്ലോ, വിതയ്ക്കുന്നവൻ ഏത് വിത്ത് വിതച്ചുവോ അതിൻ്റെ ഫലം തന്നെ കൊയ്യും. ഇവിടെ രണ്ടാമതായിട്ട് അത് തന്നെയല്ല യാക്കോബിൻ്റെ ചതിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇനി അനേക കാര്യങ്ങൾ യാക്കോബിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ യാക്കോബ് ചതിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് വരുന്ന ദിവസങ്ങൾ പഠിക്കാം. നാം ഒരു കാര്യം മറന്നു പോകരുത്. നാം ഏത് വിത്ത് വിതച്ചുവോ അതിൻ്റെ ഫലം കൊയ്യും. നമ്മൾ രണ്ടാമത്തെ പോയിൻ്റ് നാം കണ്ടത് വിതയ്ക്കുന്നവൻ ഏത് വിത്ത് വിതച്ചുവോ അതിൻ്റെ ഫലം തന്നെ കൊയ്യും. വരുന്ന ദിവസങ്ങളിൽ നല്ലത് മാത്രം വിതയ്ക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.